മാതാവ് മരിച്ചെന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൊന്നതെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാൻ. കടബാധ്യതയിൽ ബന്ധുക്കൾ അധിക്ഷേപിച്ചത് കൊലയ്ക്ക് കാരണം. ജീവനൊടുക്കുമെന്ന് അന്വേഷണ സംഘത്തോട് അഫാൻ. പൂജപ്പുര ജയിലിൽ പ്രത്യേക നിരീക്ഷണം. വയലൻസ് സിനിമകൾക്കെതിരായ ചർച്ചയ്ക്കിടെ ഉണ്ണി മുകുന്ദന്റെ മാർക്കോയ്ക്ക് നിരോധനം. ടെലിവിഷൻ പ്രദർശനം വിലക്കിയത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി പ്രദർശനത്തിന് അപേക്ഷിക്കാം. വയലൻസ് സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് മാർക്കോ നിർമ്മാതാവ്. SDPI തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടൽ നടത്തിയെന്ന് EDയുടെ നിർണായക കണ്ടെത്തൽ. SDPIയെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. അറസ്റ്റിലായ MK ഫൈസി PFI ഫണ്ട് കൈപ്പറ്റിയെന്നും കണ്ടെത്തൽ. ആശമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം കേരളത്തിലെന്ന വാദം പൊളിഞ്ഞതോടെ സർക്കാർ മൗനത്തിൽ. ആശമാരുടെ സമരം 24-ാം ദിവസം. പിന്തുണയുമായി വിവിധ സംഘടനകൾ. കേന്ദ്ര വിഹിതം കൃത്യമായി നൽകിയെന്ന് മന്ത്രി ജോർജ് കുര്യൻ. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. ദീപശിഖാജാഥകളുടെ സംഗമം വൈകിട്ട് ആശ്രമം മൈതാനത്ത്. പ്രതിനിധി സമ്മേളനം നാളെ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EP ജയരാജനും TP രാമകൃഷ്ണനും കമ്മിറ്റികളിൽ തുടരുമെന്ന സൂചന നൽകി MV ഗോവിന്ദൻ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ശ്വാസതടസ്സത്തിനും അണുബാധയ്ക്കും നേരിയ കുറവ്. മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിച്ചെന്നും വത്തിക്കാൻ. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി തോൽവിക്ക് പിന്നാലെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്റ്റീവ് സ്മിത്ത്. ഓസീസിനായി 2 ലോകകപ്പുകൾ നേടാൻ കഴിഞ്ഞത് മഹത്തരമെന്ന് സ്മിത്ത്. ടെസ്റ്റിൽ തുടരും.